എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജിജോ, ചന്തക്കുന്ന് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് ഏപ്രിൽ 19 വേൾഡ് ലിവർ ഡേ ആയി നമ്മൾ ആചരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവസം, ലിവറിനായിട്ട് ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ലിവർ സംബന്ധമായ അസുഖങ്ങൾ ഉള്ള ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇന്ത്യയിലെ ഏകദേശം കണക്കെടുത്താൽ ഏകദേശം 5-ൽ ഒരാൾക്ക് ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ ചെറുപ്പക്കാരിലാണ് കൂടുതലായും ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. പണ്ടൊക്കെ ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന ആളുകളിലായിരുന്നു കൂടുതലായിട്ടും ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുവന്നിരുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരിൽ ചെറിയ കുട്ടികൾ മുതൽ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതിൽ തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസാണ് കൂടുതലായും കണ്ടുവരുന്നത്. അത് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട്, നോൺ ആൽക്കഹോളിക് കീറ്റോ ഹെപ്പറ്റൈറ്റിസും ഉണ്ട്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പോൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിലാണെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഫാറ്റി ലിവർ ഡിസീസിൻ്റെ പ്രശ്നങ്ങൾ കാണാം. പക്ഷേ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വലിയ കുഴപ്പം കാണാറില്ല. അങ്ങനെയുള്ള ആളുകളിൽ അവർ കൃത്യമായിട്ടൊരു ഡയറ്റും കൃത്യമായിട്ട് എക്സസൈസൊക്കെ ചെയ്തു പോയാൽ അത് പ്രോഗ്രസ് ചെയ്ത് കാണാറില്ല. പക്ഷേ കീറ്റോ ഹെപ്പറ്റൈറ്റിസ് വരുമ്പോൾ അവർക്ക് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴും പ്രശ്നം ഉണ്ടാവും, അതേസമയം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴും അതിലും പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ആളുകൾ കുറച്ച് ശതമാനം ആളുകളിൽ അത് ഒരു 10-15 വർഷം നിൽക്കുമ്പോഴേക്കും അത് ലിവർ സീറോസിലേക്കും പിന്നെ ലിവർ CAയിലൊക്കെ മാറാൻ ചാൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൃത്യമായിട്ടും ഡയറ്റും എക്സസൈസിൻ്റെയും കൂടെ നമ്മൾ കൃത്യമായിട്ട് ഡോക്ടേഴ്സിനെ കാണിക്കണം, കൃത്യമായി ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഫാറ്റി ലിവർ ഡിസീസ് ഇത്രയും കൂടുതലായി വരുന്നത് ഈ കാലഘട്ടത്തിൽ? അപ്പോൾ നമ്മൾ അത് തടയണമെങ്കിൽ അതെങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മദ്യത്തിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അത് വലിയൊരു ഘടകമാണ്, ഫാറ്റി ലിവറിൻ്റെ വലിയൊരു ഘടകം തന്നെയാണ് ഇപ്പോഴും മദ്യത്തിൻ്റെ ഉപയോഗം. അപ്പം മദ്യം കഴിച്ചാൽ അതിനെ ഡിഗ്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീടോക്സിഫൈ ചെയ്യുന്നത് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് വലിയൊരു ശതമാനം ആളുകളിൽ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മധുരത്തിൻ്റെ ഉപയോഗം, ഇപ്പം നമ്മൾ മധുരമുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് കൊക്കോള, പെപ്സി ഈ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളുണ്ട്. അല്ലാതെ തന്നെ ചോക്ലേറ്റ്, ഐസ്ക്രീം, കുട്ടികൾ മുതൽ സ്ഥിരമായിട്ട് ചോക്ലേറ്റ് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ കുട്ടികളിലൊക്കെ ചെറുപ്പം മുതൽ തന്നെ ഇത് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക, നമ്മളിപ്പോൾ എണ്ണയിൽ വറുത്തത് പൊരിച്ചതൊക്കെ കൂടുതൽ കഴിക്കുന്നത് പ്രശ്നമാണ്. അതേപോലെ ഈ റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുക, അതുപോലെ പ്രോസസ്ഡ് മീറ്റ് കൂടുതൽ കഴിക്കുക, ഇതൊക്കെ തന്നെ നമ്മൾ ഫാറ്റി ലിവറിന് ഒരു കാരണമാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതെ രാത്രി നേരം വൈകി കഴിക്കുക, അപ്പോൾ അതൊക്കെ ഫാറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ശരീരം ഫാറ്റായിട്ടാണ് നമ്മുടെ ലിവറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ ഡിസീസിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് തുടക്കത്തിൽ ഒരു ലക്ഷണവും കാണിക്കില്ല. ആകെ ചെറിയൊരു ചില സമയത്ത് ഒരു വിശപ്പില്ലായ്മ, ചിലപ്പോൾ ഓക്കാനം, അല്ലെങ്കിൽ വയറെപ്പോഴും ഗ്യാസ് നിറഞ്ഞ് വീർത്തിരിക്കുക, ആ രീതിയിലുള്ള ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ കാണിക്കൂ. പലപ്പോഴും നമ്മൾ വേറൊരു അസുഖത്തിന് സ്കാൻ ചെയ്യുമ്പോഴാണ് ആൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ലേഡീസിലാണ് PCOD അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ മൂത്രക്കല്ലിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും വിഷയത്തിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് കാണുന്നത്. അല്ലാതെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്ന ആളുകളിൽ ഇപ്പോൾ വിശപ്പില്ലായ്മ, അങ്ങനെ വയറ് വീർത്ത് വരിക, അല്ലെങ്കിൽ എപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നം, ഛർദി, ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ തൂക്കം കുറഞ്ഞു വരിക ഒരു ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിലേക്ക് വരുള്ളൂ. ഒരിക്കലും ഫാറ്റി ലിവർ വന്നു വെച്ചിട്ട് ഒരിക്കലും അയാൾക്ക് മഞ്ഞപ്പിത്തം എന്നുള്ള രീതിയിൽ ഒരിക്കലും വരണമെന്നില്ല. മഞ്ഞപ്പിത്തമൊക്കെ വരണമെങ്കിൽ ലിവർ ഒരു 50% കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയാത്തൊരു കണ്ടീഷൻ വരുമ്പോഴേ, 50% ഇതിൽ പ്രവർത്തിക്കാൻ കഴിയാത്തൊരു കണ്ടീഷൻ വരുമ്പോഴേ ഈ മഞ്ഞപ്പിത്തമൊക്കെ കണ്ടുവരുള്ളൂ. അപ്പോൾ സൈലൻ്റ് ആയിരിക്കും എപ്പോഴും ലിവർ ഡിസീസ്. ഒരു പരിധി കഴിഞ്ഞാൽ മാത്രമേ അത് പുറത്തു വരുള്ളൂ. അപ്പോൾ നമുക്കിതിനെ തടയണമെങ്കിൽ, ഈ ഫാറ്റി ലിവർ ഡിസീസ് തടയണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എക്സസൈസ് മസ്റ്റാണ്. പിന്നെ ആൽക്കഹോൾ പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. ഡെയിലി എക്സസൈസ്, ഡെയിലി ഒരു 35-40 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ലിവർ ഈ പ്രശ്നം കുറഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ കൂടുതലായിട്ടും പച്ചക്കറി, ഇലക്കറികളൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കണം. പിന്നെ നമ്മൾ omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. നമ്മൾ സാധാരണ അയില, മത്തി ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ ഫാറ്റി ലിവറിനൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താം.
പിന്നെ അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കുകയും ചെയ്യരുത്. പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആളുകൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നത് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതും ലിവർ ഡിസീസിന് ഒരു കാരണം തന്നെയാണ്. പിന്നെ നമ്മൾ ഇതല്ലാതെ ഹെപ്പറ്റൈറ്റിസ് പല രീതിയിലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചാൽ ഈ കരൾ വീക്കം, അത് തന്നെ വൈറലായിട്ടുണ്ട്, നോൺ വൈറലായിട്ടുണ്ട്. അപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതിൽ തന്നെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്. അതിൽ എയും ഇയും നമ്മൾ ഭക്ഷണത്തിൽ കൂടെ അല്ലെ വെള്ളത്തിൽ കൂടെയാണ് പകരുന്നത്. ബിയും സിയും നമ്മളെ ബ്ലഡ് കോണ്ടാക്റ്റിൽ കൂടെയാണ് പകരുന്നത്. അപ്പോൾ എയും ഇയും നമ്മളൊരു 6 ആഴ്ച അല്ലെ 8 ആഴ്ച നമ്മൾ റെസ്റ്റ് എടുത്താൽ, കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കത് തനിയെ മാറിപ്പോകും. പക്ഷേ ബി, സി ഇവ സിറോസിലേക്ക് വരാനുള്ളൊരു ചാൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ ലിവർ ചീത്തയായാൽ, അല്ലെങ്കിൽ ഒരു ഫാറ്റി ലിവറിലെ ലിവറിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് കണ്ടീഷനിലേക്ക് പോയാൽ പലപ്പോഴും ലിവർ മാറ്റി വെക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ അത് വൻ ചിലവ് വരുന്നതാണ്. ഒരു 35-40 ലക്ഷം രൂപ അടുത്ത് ചിലവ് വരും. പിന്നെ അതാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു അവയവദാതാവിനെ കിട്ടാൻ തന്നെ പ്രയാസമാണ്. കിട്ടിയാൽ തന്നെ അത് പലപ്പോഴും അത് റിജക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഈ അസുഖം വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ കെട്ടിപ്പടുക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ലിവർ ഡിസീസ് വരുന്നതല്ല.